കോൺഗ്രസ് കട്ടച്ചിറ 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കട്ടച്ചിറ 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടച്ചിറ സന്തോഷ് ഭവനത്തിൽ സന്തോഷ് കുമാറിന്റെ വസതിയിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കുടുംബ സംഗമത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം, കർണാടക ഷിമോഗ സർവകലാശാലയിൽ നിന്നും ഹോർട്ടിക്കൾച്ചർ ഡിഗ്രിയിൽ 4 സ്വർണ്ണ മെഡലുകളോടുകൂടി 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദേവിക കൃഷ്ണകുമാർ, മഹാരാഷ്ട്ര പാൽഘറിൽ നടന്ന 26ാമത് സബ് ജൂനിയർ തഗ് ഓഫ് വാർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വെങ്കല മെഡൽ കരസ്ഥമാക്കിയ വൈഷ്ണവ് വസന്ത് എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. കരസേനയിൽ നിന്നും സേവനം പൂർത്തിയാക്കി തിരികെ എത്തിയ സന്തോഷ് കുമാറിനെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശങ്കരപിള്ള, ജയദേവൻ, NS, ജോൺ, രാജപ്പൻ എന്നിവരെയും ആദരിച്ചു. കുടുംബസംഗമം KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഒരു പാർട്ടിയുടെ പേരിലല്ല, ഗാന്ധിജിയുടെ പേരിൽ നമ്മൾ നടത്തുവാൻ ഉള്ള ഒരു ലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് 100 വർഷം പിന്നിടുന്ന കാലത്ത് തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നമ്മൾക്കൊക്കെ എന്നും അഭിമാനകരമായ കാര്യം. ഒരു സർക്കാർ മാറി വരുമ്പോഴാണ് ഒരു കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ നേട്ടവും കോട്ടവും ജനങ്ങൾ വിലയിരുത്തുന്നത്. 47 ശേഷം ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ നടത്തിയൊരു പ്രയാണം വിരുദ്ധ രാഷ്ട്രമായ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ 2ാമത്തെയോ 3ാമത്തെയോ രാജ്യമായി മാറ്റുവാൻ കോൺഗ്രസ് വഹിച്ച പങ്ക് ഇതൊക്കെ തന്നെ ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാർക്ക്. പക്ഷെ വരും തലമുറകൾ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ജീവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പുതുതലമുറ കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അവരിനി കോളേജിലേക്കും അല്ലെങ്കിൽ +2ലേക്കും അല്ലെങ്കിൽ ഡിഗ്രിയിലേക്കും മാറുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു വരേണ്ട ചിന്ത ഈ രാജ്യം മതേതരത്വത്തിൻ്റെ ഒരു രാജ്യമായി നിലനിന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനും മതേതര ഇന്ത്യ ഒരിക്കലും ഒരു ജാതി സമവാക്യത്തിലൂടെ മുന്നോട്ട് പോകുവാനല്ലാതെ ജാതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജാതി രാഷ്ട്രീയത്തിലൂടെ ഈ രാജ്യത്തെ നയിക്കുവാൻ നോക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ മതേതര വിശ്വാസികളെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക എന്ന വലിയ ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് കൂടി പറയുവാനാണ്. കായംകുളം സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കരിക്കുന്ന ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കുടുംബസംഗമം രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിൽ തന്നെ ആദ്യം നടത്തണം എന്ന് തീരുമാനിച്ചു. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ അദ്ദേഹം അധികാരത്തിന് വേണ്ടി നിലകൊണ്ട ഒരു നേതാവായിരുന്നില്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹന സമരത്തിലൂടെ ലാളിത്യത്തോടെ എളിമയോടെ ആയുധമെടുക്കാതെ സായുധ വിപ്ലവം നടത്താതെ നിരായുധരായി 35 കോടി ജനങ്ങളെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ അവസരമുണ്ടാക്കി. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഹരിചന്ദ്രൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ശാലിനി S സ്വാഗതം പറഞ്ഞു. DCC അംഗം വേണുഗോപാൽ തെങ്ങന്തറയിൽ, മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രജനി വർഗീസ്, മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശരത് കുമാർ, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണിപ്പിള്ള, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മേരി നെടിയത്ത, വാർഡ് കമ്മിറ്റി അംഗങ്ങളായ രാധാമണി കോടത്ത, ഷീജ ബിജു, ടിൻഡു സദാശിവൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വാർഡ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NS ജോൺ നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.